ഹലോ, വെൽക്കം ബാക്ക് ടു റൊസാരിയോ ഡ്രീംസ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലേക്ക് സ്റ്റാർട്ടാകുന്ന ഫസ്റ്റ് പാലമാണിത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇനി പച്ചപ്പും ഹരിതാപമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഒരുമിച്ച് മൂന്നാറിലേക്ക് പോകാം. രണ്ട് സൈഡിലും ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ പോവുകയാണ്. ആദ്യമായിട്ട് കാണുന്ന ചെറിയ വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം ഭയങ്കര തിരക്കായാലും നിങ്ങൾ നിർത്തിയില്ലെങ്കിലും കുറച്ച് സൈഡിലോട്ട് പോയി വേറൊരു വെള്ളച്ചാട്ടം കണ്ടു. അവിടെ ജസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ദൂരെ നിന്നുള്ള സൂം ചെയ്തെടുത്തിരിക്കുന്ന വീഡിയോ ആണിത്. നമുക്ക് കുറച്ച് ദൂരെയായിട്ടായിരുന്നത്, അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ലായിരുന്നു. അതിന് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ടോപ്പ് സ്റ്റേഷൻ കാണാൻ വേണ്ടിയായിരുന്നു. ടോപ്പ് സ്റ്റേഷനിലേക്ക് നല്ല ദൂരമുണ്ട്. അതുകൂടാതെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയത് കാരണം നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, മൂന്നാറിൻ്റെ മനോഹാരിത തന്നെ തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടത് കാട്ടാന. അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയൊന്നുമല്ല കാട്ടാന. ഒരു കാട്ടാനയും കാട്ടയുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചു. അപ്പം നമ്മൾ വാനരന്മാർ മങ്കീസ് ഇരിക്കുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വണ്ടിക്കകത്ത് നിന്ന് എടുത്ത കാഴ്ച കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ എത്താറായപ്പോൾ നല്ല കോട ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുകയായിരുന്നു. കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ്റെ അറ്റത്തേക്ക് എത്തിയില്ല, കാരണം ഇറങ്ങാനായിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ ജാമായിപ്പോയി. പിന്നെ ഞങ്ങൾ ഈ കാണാനുള്ള കാഴ്ച ഓൾറെഡി കണ്ടു. ഈ മഞ്ഞിറങ്ങി വന്ന് നമ്മളിങ്ങനെ മൂടി നിൽക്കുന്നൊരു സിറ്റുവേഷനായിരുന്നു. അത് കണ്ട് ഞങ്ങൾ ഈ തേയിലത്തോട്ടത്തിനിടയിൽ കൂടെ ചെറിയ വഴികളുണ്ട്, അതിലൂടെയൊക്കെ ഇറങ്ങി നടന്നു. ഒത്തിരി നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കരുത്, അവിടെ അട്ടയുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ രക്തം കുടിച്ചിനി കടിച്ചിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കോടയ്ക്കറിയില്ല തേയിലത്തോട്ടത്തിനിടയിൽ കൂടെ ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഒത്തിരി പേരൊക്കെ ഇറങ്ങി. അതുകൊണ്ട് അവർക്കും നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റി. കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി ഞങ്ങളുടെ എടുത്തിരിക്കുന്ന ഹോം സ്റ്റേയിലോട്ട് പോകാൻ വേണ്ടി തിരിച്ചു പോവുകയാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറുന്നൊക്കെ, പക്ഷേ ഓൾറെഡി ഭയങ്കര ടയേർഡായിരുന്നു. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ചെറിയ തണുപ്പും ഇതൊക്കെയാണ്. അപ്പോൾ ഈ സൈഡുകളിൽ ചെറിയ കടകളുണ്ട്. ആ കടകളിൽ മെയിനായിട്ട് കിട്ടുന്ന ഫാഷൻ ഫ്രൂട്ട് പിന്നെ മാഗിയാണ്. എഗ് മാഗി, വെജ് മാഗി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നല്ല തണുപ്പത്ത് കോട ഇറങ്ങുമ്പോൾ നമ്മൾ വായിൽ നിന്ന് ഒതുമ്പോൾ ഇങ്ങനെ പുക വരും. അതുപോലെ തണുപ്പ്. ആ തണുപ്പത്ത് ചൂട് മാഗിയും ചൂട് കട്ടൻ ചായ കുടിക്കാൻ അടിപൊളി കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ്. അത് ഇറങ്ങി അവിടെ പോകുന്നതിന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട. മാഗി ഇഷ്ടമില്ലെങ്കിൽ പോലും അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത്രയും നാളായിട്ട് ഇങ്ങനത്തെ മാഗി കഴിച്ചില്ലെന്ന്. അപ്പോൾ മൂന്നാർ സെക്ഷൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ, ഹാപ്പി.